നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. തിരുവില്ലാമല അതിഥി മന്ദിരം പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ വിഷയത്തിൽ ഇടപെട്ടത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ. അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ. അതിഥികളെത്താത്ത അതിഥി മന്ദിരത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ACV നൽകിയ വാർത്ത പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയായിരുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും കെട്ടിടം തുറന്നു പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നതെന്നും M. ഉദയൻ ACVയോട് പറഞ്ഞു. ക്ഷേത്രത്തിന്റെ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി ദേവസ്വത്തിന്റെ സ്ഥലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണികഴിപ്പിച്ച ബിൽഡിംഗ് ഭാർഗവി നിലയം പോലെ കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകളും നടത്തിയിട്ടുള്ളതാണ്. അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദേവസ്വത്തിന്റെ സ്ഥലത്ത് ടൂറിസം ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചു എന്നാണ് അറിയാനുള്ളത്. പക്ഷെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാണ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അറിയിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുകയും അതിനുശേഷം ഞങ്ങൾ പണി പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വത്തെ സമീപിക്കുകയും ചെയ്തു. പക്ഷെ ദേവസ്വം അതിന് തയ്യാറായിട്ടില്ല ഇതുവരെ. എന്ന് മാത്രമല്ല, പാട്ടക്കരാർ പുതുക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുകയും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പാട്ടക്കരാർ നിലവിലെ റേറ്റ് അനുസരിച്ച് ഞങ്ങൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 99 സെന്റ് സ്ഥലം 1 രൂപ നിരക്കിൽ 99 കൊല്ലത്തേക്കാണ് മുമ്പ് തന്നിരുന്നതെങ്കിലും നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മാർക്കറ്റ് റേറ്റിന്റെ 2% പാട്ടക്കരാർ നൽകണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടു. അത് നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ പൂർത്തീകരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. ദേവസ്വം വകുപ്പിൽ നിന്നുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഉദയൻ വ്യക്തമാക്കി. അവിടെ നമ്മൾ പാട്ടക്കരാർ പുതുക്കി. ഈ സ്ഥലത്തും ഞങ്ങൾ പാട്ടം കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്ന് അറിയിച്ചുവെങ്കിലും അതിൽ ചില സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ദേവസ്വത്തിന്റെ സ്ഥലം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ സാധിക്കൂ എന്ന നിലപാടുമായി ദേവസ്വം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിൽ ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും ആ സ്ഥലം ഏറ്റെടുത്ത് പണി പൂർത്തീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുന്നില്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ച് ദേവസ്വത്തിന് നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പറയാൻ കഴിഞ്ഞിട്ടുള്ളത് MLA ഒക്കെ ഇടപെടലിന്റെ വെളിച്ചത്തിൽ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണി പൂർത്തീകരിക്കുന്നു എന്നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പണി ആരംഭിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്കാൽ അറിയാൻ കഴിഞ്ഞു. പക്ഷെ രേഖാമൂലമുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. പണി പൂർത്തീകരിക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്.